കേരളത്തിലെ പെണ്ണുപിടിയനായ ഒരുത്തൻ SFIക്കാർക്ക് താക്കീതുമായി ഇറങ്ങിയിരിക്കുകയാണ്. ചിരിക്കാതെ എന്ത് ചെയ്യാൻ? നമ്മുടെ നാട്ടിലെ പീഡന വീരന്മാർക്ക് എല്ലാവർക്കും ഇനി ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൊടുക്കണമെന്ന് തോന്നുകയാണ്. കാര്യം അവർ ഈ നാട്ടിലെ മാന്യം ചമഞ്ഞുകൊണ്ട് നാട്ടുകാരെ ഉപദേശിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അതായത് പെണ്ണുപിടിച്ച് പീഡന കേസിൽ പ്രതി ചേർത്ത് ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയവൻ അവൻ നാട്ടുകാരെ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ഈ ചിലവർ കള്ളും കുടിച്ചുകൊണ്ടൊക്കെ കിടന്ന് ആ ഊ ഈ എന്നൊക്കെ ആക്കുമ്പോൾ നമ്മൾ അതിന് വകവയ്ക്കേണ്ടതുണ്ടോ? അതിന്റെ ആവശ്യമില്ല. അതിനെ നമ്മൾ കേട്ട ഭാവം പോലും നടിക്കാറില്ല. ചിലപ്പോൾ ചിലർ പെട്ടെന്നുണ്ടാകുന്ന ഒരു വൈകാരികതയിൽ പിടിച്ച് തല്ലാറുണ്ട്. ചില കേസുകളിൽ നമ്മൾ അതിനും മുതിരാൻ പാടില്ല. കാര്യം ആ തല്ലുകൊണ്ട് ഞാൻ ഹീറോ ആകാൻ ശ്രമിക്കുന്ന ചിലരുണ്ട്. ആ ഗണത്തിൽ വേണമെങ്കിൽ പെടുത്താം. അല്ലെങ്കിൽ നോക്കിയേ, SFI അതൊരു വിദ്യാർത്ഥി സംഘടനയാണ്. അതിലെ പ്രവർത്തകരായിട്ടുള്ളവർ, അതിലെ നേതാക്കന്മാർ തെരുവിൽ പ്രതിഷേധിക്കുകയാണ്. കാര്യം അവർ ഇവിടത്തെ ഔദ്യോഗിക വിദ്യാർത്ഥി സംഘടനയാണ്. അവരെ ഇപ്പോൾ വിമർശിക്കാം. KSU സംസ്ഥാന പ്രസിഡന്റ് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ മറ്റ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാർ ആരെങ്കിലും ആണെങ്കിലും നമുക്ക് മനസ്സിലാക്കാം. ഇത് ഒരു പാർട്ടിയിൽ നിന്ന് ചവിട്ടിയെടുത്ത് പുറത്തു കളഞ്ഞു. ഇങ്ങനെ ഒരു മാലിന്യത്തെ ഞങ്ങളുടെ പാർട്ടിയിൽ വേണ്ട എന്ന് അതിലെ സ്ത്രീകളും നേതാക്കന്മാരും ഒന്നടങ്കം മാധ്യമങ്ങളിൽ പറഞ്ഞു. എന്നിട്ടും അതിന്റെ വരാന്തയിൽ പോയി കടിച്ചു തൂങ്ങി നിന്ന് ഞാൻ കോൺഗ്രസ്സുകാരനാണെന്നുള്ള നിലയ്ക്ക് ഇപ്പോഴും കതറിട്ടുകൊണ്ട് അവര് ചൂലെടുത്ത് അടിച്ചിറക്കിയവൻ അതിന്റെ തിണ്ണയിൽ പോയി നിന്ന് വീണ്ടും എനിക്കിവിടെ ഇടമുണ്ടാക്കാൻ വേണ്ടി ഡയലോഗ് അടിക്കുക എന്ന് പറഞ്ഞാൽ അതിനോളം ഊളത്തരം ഈ നാട്ടിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? എന്തായാലും ആ ഫേസ്ബുക്ക് കുറിപ്പിലെ ചില വാചകങ്ങൾ കേൾക്കണം. കാര്യം നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ഈ പൂർണ്ണചന്ദ്രനെ കാണുമ്പോൾ ചിലരുടെ മോങ്ങലിനെ കുറിച്ച് പറയാറില്ലേ, ആ മോങ്ങലായിട്ടാണ് AA റഹീമിന്റെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു ഓരിയിടലായി തോന്നിയത്. ഇപ്പൊ പ്രത്യേകിച്ച് ഒരു പണിയില്ല. ഇനിയിപ്പോ വരുമാനം ഉണ്ടാക്കാനായിട്ട് പുതിയ ചൂണ്ടയിട്ടിരിക്കുകയാണ്. കാര്യം ചെരുപ്പ്, ഉടുപ്പ്, നിക്കറ് വരെ നാട്ടിലെ സ്ത്രീകളുടെ നിന്ന് ഊറ്റി വാങ്ങിച്ച പൈസയിൽ ഇട്ട് മേനി നടിച്ച് നടക്കുന്നവർ. നേരത്തെ MLA ആയിരുന്നതിന്റെ ശമ്പളമെങ്കിലും കിട്ടുമായിരുന്നു. ഇനിയിപ്പോ ചിലപ്പോൾ ഒരു വർഷം ആയതുകൊണ്ട് എന്തെങ്കിലും പെൻഷൻ കിട്ടാൻ ചിലപ്പോൾ സാധ്യത ഉണ്ടായിരിക്കും. അതല്ലാതെ പഴയതുപോലെ വരുമാനം അങ്ങോട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? സോഷ്യൽ മീഡിയയിലെങ്കിലും ഞാൻ ഉണ്ട്, ഞാൻ ഇവിടെ ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായ പ്രകടനം നടത്തും, അങ്ങനെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് പതിയെ പതിയെ വരാം. കാര്യം കോൺഗ്രസ് അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ സിറ്റിയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ മതി, ഖദറുകാരെ കൊണ്ട് തട്ടിയടിച്ച് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതേപോലെ അധികാരത്തിൽ വന്നതുകൊണ്ട് ഞാനും വലിയ കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക് പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയവൻ ഒരു മുഖ്യമന്ത്രിയെ പോലെയോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ മോഡലിലാണ് വാചകങ്ങൾ. നോക്കിയേ, SFIക്കാരോടാണ്. ആ റഹീം പറഞ്ഞത് തന്നെ പറയാനുള്ളൂ, അടങ്ങിയിരിക്കണം, നന്നായി രാഷ്ട്രീയം പറയുക, നന്നായി സംവദിക്കുക, നന്നായി പ്രതികരിക്കുക, നന്നായി പ്രതിഷേധിക്കുക. അല്ലാതെ നിയമം കയ്യിലെടുത്ത് പണ്ട് വിജയനുള്ള കാലത്ത് ഗുണ്ടായുസവുമായി ഇറങ്ങിയാൽ അടക്കിയിരുത്താൻ ഇവിടെ ഒരു സർക്കാരുണ്ട്, ജനങ്ങളുടെ സർക്കാർ. അടങ്ങിയിരിക്കണം. ആര് പറയുന്നു? അവൻ കണ്ണാടി നോക്കി സ്വന്തമായിട്ട് പറയണം. നാട്ടിലെ പെണ്ണുങ്ങളുടെ പുറകെ മുഴുവൻ നടന്ന് പെണ്ണു പിടിക്കാൻ നടന്നവൻ മര്യാദയ്ക്ക് അടങ്ങി അവിടെ ഇരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇതും പോരാഞ്ഞിട്ട് അവൻ SFIക്കാരോട് പറയുകയാണ്, നന്നായി രാഷ്ട്രീയം പറയുക, നന്നായി സംവദിക്കുക, നന്നായി പ്രതികരിക്കുക, നന്നായി പ്രതിഷേധിക്കുക. അതിനോടൊപ്പം തന്നെ അവനോട് പറയാനുള്ളത് നന്നായി നടക്കുക, പെണ്ണുങ്ങളെ കണ്ടാൽ ഞരമ്പ് രോഗം കാട്ടാതിരിക്കുക തുടങ്ങിയ കാര്യം കൂടി അതിനോട് അഡീഷണൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഉപദേശമായി മാറുമെന്ന് ആ ഓരിയിടൽകാരനോട് പറയാനുണ്ട്. എന്തായാലും ഇങ്ങനെയും ചില ജീവികൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്നാണ്. അതായത് ഒരു സംഘടനയിൽപ്പെട്ട മനുഷ്യർക്ക് ഈ സമൂഹത്തിന്റെ ഇടയിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ അപമാനമുണ്ടാക്കിയവർ, അതിലെ സ്ത്രീകൾ ഒന്നടങ്കം ഇതുപോലൊരു ഞരമ്പനെ ഈ പാർട്ടിയിൽ വേണ്ട എന്ന് ഇറങ്ങി നിന്ന് സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയും പ്രതികരിച്ചവർ, അവർ പറഞ്ഞതിന് ശേഷവും ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുക എന്ന് പറഞ്ഞാൽ ആ തൊലിക്കട്ടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളാണെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് അടിച്ച് പുറത്തിറക്കിയാൽ പിന്നെ അവിടെ പോയി കടിച്ചു തൂങ്ങൂ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ PK ശശിയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. PK ശശി ഇടതുപക്ഷം പുറത്താക്കി, പിന്നെ അവിടെ കടിച്ചു തൂങ്ങാൻ നിന്നില്ല. എവിടേക്ക് പോയി? നേരെ കോൺഗ്രസിലേക്ക് പോയി. പക്ഷെ മാങ്ങാണ്ടി ഇതുപോലെ അടിച്ചു പുറത്താക്കി, പോകാൻ ഒരിടവുമില്ല. പോയി കഴിഞ്ഞാൽ പോയില്ലേ, ഇക്കയാണ് എന്റെ ദൈവവും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സുഡാപ്പികളെല്ലാം കൂടി ചേർന്നാലേ ഞാനുള്ളൂ, ഇല്ലെങ്കിൽ എന്റെ ആ ഫേസ്ബുക്ക് ലൈക്കും ഇല്ല, കമന്റും ഇല്ല, ഷെയറും ഇല്ല, ഞാൻ വട്ടപൂജ്യമാകും. അതുകൊണ്ട് വയറ്റിപ്പിഴപ്പിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഓരോരോ കോപ്രായങ്ങൾ ഈ നാട് കാണേണ്ടതുണ്ട്. അങ്ങനെ ഇറങ്ങി പുറപ്പെടുന്ന വ്യക്തിക്ക് ഇപ്പോ ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ രമേശ് ചെന്നിത്തല തന്നെ ആ പീഡന കേസിനെ കുറിച്ച് പറഞ്ഞ കാര്യമുണ്ട്. അതൊന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പീഡന വീരന്മാർക്ക് ഒരു സംരക്ഷണവും ഈ സർക്കാർ നൽകില്ല എന്ന് പറയുമ്പോൾ ഒരു സർക്കാരിന് വേണ്ടി സംസാരിക്കാൻ താൻ ആരുവാ എന്ന് ചെന്നിത്തലയുടെ ഈ പ്രതികരണം കാട്ടി ഈ നാട് ചോദിക്കുകയാണ്. മറ്റ് കേസുകളുടെ കാര്യത്തിൽ അതിന്റെ ആ രീതിയിലുള്ള
ഗവൺമെന്റിന്റെ സമീപനം വളരെ വ്യക്തമാണ്. സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ഏത് അതിക്രമത്തെയും ശക്തമായി നേരിടും. അതിനകത്ത് ആര് എന്ത് എന്നുള്ള പ്രശ്നമില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായുള്ള അതിക്രമങ്ങളെ ശക്തമായി നേരിടും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പൂർണ്ണ സുരക്ഷിതത്വം ഈ ഗവൺമെന്റും പോലീസും ഉറപ്പുവരുത്തും.